ആ മോനെ മോനെ ദേ ഈ ചന്ദനത്തിൽ നിന്ന് മണപ്പിക്കേ. ആ എന്നിട്ട് കുടിക്കും, ധൈര്യമായിട്ട് കുടിക്കും. മോനെ ശിവൻകുട്ടി, നിന്റെ ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ 10ാം ക്ലാസ്സിൽ തോറ്റു. നിന്റെ കൂടെ കുട്ടിക്കാലം മുതലേ കളിച്ചു നടന്ന മീനാക്ഷി 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സായി പാസ്സായി. ദേ ഇവിടെ നോക്കി, മീനാക്ഷിയോട് നിനക്ക് ഇഷ്ടല്ലേ? അതെ. എന്നാ എന്റെ മോൻ ധൈര്യമായിട്ട് കുടിക്കേ. എനിക്കിനി വേണ്ട മോനെ, ഇതൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ ഭയങ്കര സുഖല്ലേ. ഇത് ആരാണെന്ന് മനസ്സിലായ? അറിയില്ല. നമ്മുടെ മിലിറ്ററിയുടെ മോനാ, നാഗാലാൻഡ്. ദേ പതുക്കെ എങ്ങനെ അങ്ങോട്ട് വലിക്ക, കണ്ട, എന്നിട്ട് ഇതെങ്ങനെ എടുക്ക. ഇങ്ങനെ ഊതിയാ മതി. ആ മിടുക്കൻ. ശരി ചേട്ടാ, ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ദിവസേന കാലത്ത് ഇവിടെ വന്ന് 2 ഗ്ലാസ് അങ്ങോട്ട് വീശ, എന്നിട്ട് നാട്ടുകാരെന്ന് പറയുന്ന പുല്ലുകളുടെ മുഖത്ത് ദേ ഇങ്ങനെ അങ്ങോട്ട് നോക്ക. അങ്ങനെ മോനെ, പഠിച്ച് ജയിച്ച് മിലിറ്ററി പോയി നാഗാലാൻഡിൽ ചെന്ന് ഒളിനാഗന്മാരുടെ അമ്പ് കൊണ്ട് പട്ടി ചാവണ പോലെ അവിടെ കിടന്ന് ചാവണ. പറ. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മയെ കാണുന്ന? എനിക്ക് എന്റെ അമ്മയെ കാണണം. ഉള്ള കള്ളു മുഴുവൻ മോന്തി കുടിച്ചിട്ട് ഇപ്പൊ അമ്മയെ കാണുന്ന? ഈ കോലത്തിൽ ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് നിന്നെ കൊണ്ടുപോയ പുഞ്ചിരി ചേച്ചി എന്നെ ചൂലെടുത്തടിക്കും. അടിക്കട്ടോ, എടുത്തോണ്ട് പോ. എടുത്തോണ്ട് പോണെന്ന് ഞാൻ നോക്കിക്കോളടോ. എനിക്ക് എന്റെ അമ്മയെ കാണണം. മോനെ, കള്ള ഇറങ്ങിട്ടടാ, ഞാൻ കൊണ്ടാക്കാം. എനിക്കല്ലേ എന്റെ കാലോർക്കിടയിലിടാ. വേണ്ട, എനിക്കിപ്പൊ കാണണം. ഞാനിനി പുഞ്ചിരി പിശാചിന്റെ മുഖത്തേക്ക് നോക്കൂ. അമ്മയെ കാണാടോ. എനിക്ക് അമ്മ കാണണം. എനിക്കിപ്പം കാണണം. ഉണ്ണി, ആ സാമ്പാറിന്റെ മണം ശരിയല്ലല്ലോ. ലേശം കായം കൂടി ആവാം. മണം കൊണ്ട് അറിയാൻ പറ്റുമോ? കൊണമറിയാൻ രുചിച്ചു നോക്കണ്ട, മണം കിട്ടിയാ മതി. തൊട്ടു നക്കി പോയാ പിന്നെ അത് എച്ചിലായി പോയില്ലേ. ഉണ്ണി, ആ അവിയലിൽ ഉപ്പ് കുറച്ചുകൂടെ ഇട്ടേ. അല്ലേ, അതിന് അവിയലിന് ഇവിടെ നുറുക്കുന്നല്ലേ? ഇവിടെ നുറുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പോലും എനിക്ക് അതിന്റെ മണം കിട്ടി. ഈ പാചകവിദ്യ എന്ന് പറയുന്നത് കളിച്ച കാര്യമല്ല, അതൊരു തപസ്സാ. അതാ വരാൻ പോണ കാര്യം മുൻകൂട്ടി അറിയണത്. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താ ഉണ്ണി, താൻ അടുത്ത തിങ്കളാഴ്ച ലീവ് എടുത്തേ പറ്റൂ. എന്താ കാര്യം? നമ്മുടെ പുഞ്ചിരി ചേച്ചിയുടെ 28 കെട്ടാ. പുഞ്ചിരി ചേച്ചി? പുഞ്ചിരി ചേച്ചിയുടെ അല്ല, പുഞ്ചിരി ചേച്ചിയുടെ കുട്ടിയുടെ 28 കെട്ട്. സദ്യയുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. എനിക്കൊരു കയ്യാള് വേണല്ലോ. താൻ ഒരു കാര്യം ചെയ്യ്, താൻ ലീവ് എടുത്തിട്ട് എന്റെ കൂടെ കൂടിക്കോ. ഞാൻ നിങ്ങൾ നക്കാപ്പിച്ച് പിടിച്ചിട്ടുണ്ടോ? ചുമ്മാ. എന്താ ഉണ്ണി ഈ പറയണേ? ഒരു പാചകക്കാരന്റെ മട്ടും ഭാവൊക്കെ ഞാൻ പരിശീലിക്കല്ലേ. അതെന്റെ 16 അടിയന്തരത്തിന് മതി. കുട്ടത്തി വിടാനേട്ടാ. എന്റെ ഉണ്ണി ചതിച്ചല്ലോ. പച്ചടി മുഴുവൻ അടി പിടിച്ചു പൊകഞ്ഞു പോയി. എന്തോടോ നോക്കിക്കാതെ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണോ? എടുത്തു വെക്ക്. അതെ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? കറി മുഴുവൻ ഒന്ന് പതുക്കെ പറ. ആ തള്ള കേട്ടാ നമുക്ക് കുറച്ചില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം നാളെ കള്ളടിക്കുമ്പോ എടുത്ത് വെച്ച് നക്കാൻ. ഇടോ നോക്കിക്കാൻ നെയ്യും പഞ്ചസാര അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്ത് അതിലിടോ. നാളെ ഒരു സ്വീറ്റ് ആക്കി കൊടുക്കാം. എന്റെ അളിയ, അതിനല്ലേ ഞാനിത് പുകച്ചത്. ഞാനിപ്പോ പുകച്ച. ഇനി എന്നെ തല്ലരുത്. തല്ലിയാൽ നീ തല്ലോ. തല്ലോ ഇനി തല്ലിയാ ഞാൻ കൊള്ളുന്നു. എങ്ങനെയാണോ ഇതിനെ ഇങ്ങനെ ആക്കി വെച്ചത്? ഇതിന് വല്ലാത്തൊരു ടേസ്റ്റാ. ഒന്ന് പതുക്കെ പറ. ഇതെന്ത് സ്വീറ്റ്? ഇതൊരു പ്രത്യേകതരം പ്രിപ്പറേഷനാ. കഴിച്ചിട്ട് എന്താ പറയുന്നത് ഞാൻ നോക്കട്ടെ. ആ, വല്യമ്മ ഇപ്പോഴും ഉണ്ടാ. ഇനി ആർക്കാ വേണ്ടേ? ഇനി ആർക്കാ വേണ്ടേ ചോദിച്ചോളൂ. അതെ, എന്താ വേണ്ട, പുകച്ചു വെക്കുന്നു. ഞാൻ അപ്പഴേ പറഞ്ഞതാ, പുക കുറച്ച് ചേർത്താ മതി. ഉണ്ണി, ആ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ, അത് എരിശ്ശേരി. അയ്യോ, ഞാനല്ല, ഉണ്ണി പറ്റിച്ച പണിയാ. എന്തായാലും നന്നായിരിക്കുന്നു. റിയലി ഡെലീഷ്യസ്. കുറച്ചുകൂടെ തന്നോളൂ. വലിച്ചു വാരി തിന്ന വയറിളവ് ഒളിയാ. പുതിയ ഐറ്റം ലേശം കൂടെ ആവാം. എന്താ ഇതിന്റെ പേര്? ഇത് പിന്നെ ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഉണ്ണിമധുരം. ഉണ്ണിമധുരം. ഇനി ആർക്കാ ഉണ്ണിമധുരം വേണ്ടത്? വരുന്നു. കഴിച്ചോളൂ. പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്ന സാധനമാണ്. കഴിച്ചിട്ട് വിശേഷം നീ പറഞ്ഞോളൂ കേട്ടോ. എല്ലാം ചെല്ലും. കേട്ടു. അത് ഇനി ആർക്കാ വേണ്ടേ?
നിർത്ത, സ്റ്റോപ്പ്, അല്ലെങ്കിൽ എന്നെ കാറ് കയറ്റി കൊല്ലടാ. നിർത്തടാ. അത് നിർത്ത്. അടിച്ച് പൊളിക്കില്ല. ആ, ദുർഭരണം നടത്തിയ സർ CP രാമസ്വാമിയുടെ മൂക്ക് വെട്ടിയതുപോലെ ഈ CPയുടെ മൂക്ക് മാത്രമല്ല ഞാൻ വെട്ടുക, തലയും ഞാൻ വെട്ടും. അപ്പൊ നീ വിചാരിക്കും ഞാൻ നക്സലൈറ്റ് ആണെന്ന്. ഞാൻ നക്സലൈറ്റ് അല്ലടാ. അപ്പൊ പിന്നെ ഞാൻ ആരാ? പറയടാ, ഞാൻ ആരാന്ന്. ഇവൻ ഏതാ? ഉണ്ണിസാറിന്റെ പാർട്ടിയാ. ഉണ്ണി എന്ന് പറഞ്ഞ ആരാ? ആരാന്ന നിന്റെ വിചാരം? ഉണ്ണി എന്ന് വെച്ച ഒരു പ്രസ്ഥാന. ഉണ്ണികൃഷ്ണനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കിളിയാണെന്ന് നീ ഇപ്പൊ ഓർത്തോ? തീന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, അടുപ്പില് ഊതി ഊതി ഇങ്ങനെ തീയിൽ കുരുത്തു വളർന്നവരാ മോനെ ഞങ്ങള്. ആദ്യം നിന്റെ ഈ ചുവന്ന തുക്കടക്കാറ് കത്തിക്കും, പിന്നെ ഞാൻ നിന്റെ കമ്പനി കത്തിക്കും, സോറി, പിന്നെ നിന്നെ കത്തിക്കും. അതീന്ന് ഒരു പിടി ചാരം ഈ വലത് കൈകൊണ്ട് വാരിയെടുത്ത് ഭാരതപ്പുഴയെ കൊണ്ടൊഴുക്കും. എന്നിട്ട് ആ ചാരം ഭാരതപ്പുഴയുടെ ഓളങ്ങളിൽ കുറച്ചു നേരം ഇങ്ങനെ ചങ്കയിച്ച അങ്ങനെ തട്ടി കളിക്കുന്നോണ്ട് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണ. എടാ പറയാൻ മാറി എന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ നത്തുമോറ? എന്താ നീ ചെയ്യാതെ? നീ പോട കഷണ്ടി കഴിവേരുടെ കുഞ്ഞുമോനെ. എടാ പുല്ലേ, എന്നെ പിടിച്ചു വിട്ടതല്ല, ഞാൻ റിസൈൻ ചെയ്ത്, അറിയോ സാർ? ഈ വിവരദോഷോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സാർ ഇവൻ വീട്ടു മാഷേ, എനിക്ക് ഇയാളുടെ 4 വർത്താനം പറയാം. എനിക്ക് എന്താ പറയാണെന്ന് വെച്ചാ പറ. എന്തായാലും ഇയാളുടെ ജോലി പോയോ? ആ വിഷമം കൊണ്ടാ ഞാൻ മുക്കറ്റം കുടിച്ചത്. അല്ലാതെ സാധാരണ കുടിയന്മാര് കുടിക്കുന്നത് പോലെ കുടിക്കാൻ വേണ്ടി ദുഃഖം ഉണ്ടാക്കിയതല്ല. എന്താ മാഷേ? അപ്പൊ ഞാൻ കുറ്റക്കാരനല്ലല്ലോ. നീ എന്ത് തെമ്മാടിത്തരം കാണിച്ചത്? കാണിച്ചെങ്കിൽ കണക്കായി പോയി. എന്റെ മാഷെ, വെള്ളമടിച്ച് ബോധമില്ലാതെ ഒരുത്തൻ തെമ്മാടിത്തരം കാണിച്ചു എന്നിരിക്കട്ടെ, മാഷ് എന്ത് ചെയ്യും? കരണക്കുറ്റി നോക്കി 2 പൊട്ടിക്കും അല്ലേ? അയാള് കാറിൽ നിന്ന് ഇറങ്ങി അവിടെ അത് ചെയ്തിരുന്നെങ്കിൽ ഈ സംഗതി അവിടെ വെച്ച് തീരില്ലേ? അതിന് ഇവൻ ഇവിടെ കിടന്ന് കൊല വിളിച്ചിട്ടും കൊമ്പ് വിളിച്ചിട്ടും എന്താ കാര്യം? ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞെന്നെ കാണിക്കല്ലേ വേണ്ടത്. വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്താ മിണ്ടാത്തെ? എന്താ മിണ്ടാത്തേന്ന് മാഷെ പറഞ്ഞു കൊടുക്ക് മാഷേ. നാ പറഞ്ഞു മിണ്ടിപ്പോരുത് നീ. മനസ്സിലായി. ഇപ്പൊ എനിക്ക് മാഷ മനസ്സിലായിട്ടോ. എടോ എവിടെപ്പാ? ഞാൻ പോവാ. വന്ന് ഊണ് വെച്ചിട്ട് ഓടോ. വിളിച്ചോണ്ട് വരണതാ, അല്ലെ ആര് വരും? അയാൾ എന്നെ പറ്റി ഇപ്പൊ എന്താ വിചാരിക്കാ അറിയോ? ഈ ബ്ലൗസ് ഒക്കെ ഇട്ടോണ്ടിറങ്ങിയത് എന്താ? ചേട്ടച്ചൻ വന്നിരുന്നിട്ടാ? എന്താ എന്താടാ? അല്ല, ഈ ജലത്തില് സോപ്പ് ലയിപ്പിക്കുമ്പോ ജലത്തിന്റെ പ്രതലബലം കുറയുന്നതിന് അമ്ലമാണോ കാരണം? അമ്പലമല്ല, നിന്റെ അമ്മയുടെ നായര്. പെങ്കൊച്ചു കുളിക്കുന്ന കടവിൽ അവന്റെ ഒരു അമ്പലം ലയിപ്പിക്കല്. തന്തയ്ക്ക് മുമ്പേ ഓർന്നു എനിക്ക് ഇങ്ങനെ ഒരു നാശം. 10ാം ക്ലാസ് ജയിച്ചാൽ നേരെ അങ്ങ് നാഗാലാൻഡിൽ എത്തുമെന്നാ ചെറുക്കന്റെ വിചാരം. എന്തിനു കൊള്ളാം. ചേട്ടച്ചനോട് പിണങ്ങിട്ടാണോ എന്റെ അച്ഛൻ പോയത്? ആർക്കറിയാം? എന്തിനാ ഇപ്പൊ ഈ കിളിച്ചാ മുളച്ചൊക്കെ ചോദിക്കുന്നേ? അങ്ങോട്ട് ഇറങ്ങിക്കേ, ഇറങ്ങിയത് മുങ്ങിക്കേ. വേണ്ട ചേട്ടച്ച. ചുമ്മാ ഇരിക്കടി, എനിക്കറിയാം. ചേട്ടച്ചൻ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ അതിന്റെ അവനവന് അറിയാവുന്നത് ചെയ്താ പോരെ. കടുക് വറക്കുന്ന പോലെ അല്ല മേക്കപ്പ്. ഈ ചേട്ടച്ചൻ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചോണ്ട് ഇരുത്താവോ? ഇങ്ങനെയുണ്ടോ ഒരു വെപ്രാളം? ഞാൻ എന്താ ചെയ്യ ടീച്ചറെ? ആവശ്യമില്ലാത്തവർ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോ. മോക്കിപ്പൊ കുടിക്കാൻ വല്ലതും വേണോ? ഒന്നും വേണ്ട ചേട്ടച്ചാ. എന്നാ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ചാരായം മേടിച്ചു കൊടുക്കും. ചുമ്മാ ഇരണോ? ഇങ്ങനെയാണെങ്കിൽ ഇന്നിവിടെ മോഹിനിയാട്ടം ഒന്നും നടക്കത്തില്ല. നന്നായി, ഞാനത് പറയാതിരിക്കേ. ഞാൻ പോയേക്കാം. അതെ, ഒരു ചെറിയ ടേബിൾ ഫാൻ ഇവിടെ കൊണ്ടുവയ്ക്കട്ടെ. ഇവള് വല്ലാതെ വേർക്കുന്നുണ്ട്. ഇങ്ങനെ കുടിക്കാൻ കരിക്കും വെള്ളം വേണോ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട. എന്തെങ്കിലും ആരെങ്കിലും ഈ ചേട്ടച്ചനെ ഒന്ന് പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ഞാൻ പോയേക്കാം. എടാ, ഒരു കൊച്ചരങ്ങേറ്റത്തിന് മനുഷ്യന് ഭ്രാന്ത് പിടിച്ച വെറുതെ അല്ല. വലിയ ഉത്സവത്തിന് ആനയ്ക്ക് മകളെ ടീച്ചർ തന്നോട് 1000 പ്രാവശ്യം പറഞ്ഞില്ലേ? എന്നിട്ട് പിന്നെ കരിക്ക് വേണോ, വെള്ളം വേണോ, മറ്റത് വേണോ, മറിച്ചത് വേണോ? ഒന്നും എനിക്ക് പന പോലെ വളർന്നില്ലടൂ. ടീച്ചർക്ക് ഇഷ്ടമല്ല താവിടെ നിൽക്കണത്. ടീച്ചർ ധൈര്യമായിട്ടാണ് മേക്കപ്പ് ചെയ്യും. അതെ, ഇതെന്താ കാരണം എന്നറിയോ? അവന് ഒരു കാര്യം. ഇയാൾ ആദ്യം പുറത്തു പോകും. ഇയാൾ ആദ്യം ഒന്ന് പുറത്തു പോയെ. മോളെ, ഞാൻ പുറത്തുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ഇയാൾ പുറത്തു പോയെ. ചുമ്മാ കുടിച്ചു എന്റെ അടുത്ത് കളിക്കണ്ടോ? ആര് കുടിച്ചു? അമ്മായി. എന്താ കാര്യം? ഉണ്ട്, മീനാക്ഷിക്ക് ഒരു വിശേഷം ഉണ്ട്. എന്താ വിശേഷം? അതെ, ഇന്ന് തൊള്ള തുറക്കാതെ ആ
അതൊക്കെ പെമ്പിള്ളാർക്ക് പറഞ്ഞിട്ടുള്ളതാ. അവളെന്തേ? ഇപ്പൊ കാണണ്ട. ഞാൻ വിളിച്ചു കാണിക്കാം. കാണിക്കാൻ നടക്കുന്നു. നീ പോയി ആ കാർത്തിയാനി ചേച്ചിയും ജഗതമ്മയൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാടാ. അവര് വന്ന് നാളെ കോര വീട്ടിട്ട് പോണോ. ഉണ്ണിക്കുഞ്ഞെ നോക്കിക്കേ, ഇന്നലത്തെ മീനാക്ഷി അല്ല ഇന്നത്തെ മീനാക്ഷി. ആളങ്ങ് മാറിപ്പോയി. എന്റെ അമ്മോ, ഇങ്ങനെയുണ്ടോ ഒരു നാണം? നോക്കണ്ട, 4 ദിവസം ആകാശം പോലും കാണാൻ പാടില്ലെന്നാ ശാസ്ത്രം. ചേട്ടച്ചാ, ഈ മീനാക്ഷിക്ക് ഇപ്പൊ പെട്ടെന്ന് എന്താ പറ്റിയത്? ഒലക്കയുടെ മൂട് പിന്നാരം ചോദിക്കാൻ നടക്കുന്നു ഒരു മരങ്ങോട്. എന്റെ ദൈവമേ, ഇവനെ അവൻ കാര്യം കുറച്ചെങ്കിലും അറിയട്ടെ. മീനാക്ഷി വലിയ കുട്ടിയായി. ഇനി നിന്റെ കൂടെ പഴയതുപോലെ ഓടാനും ചാടാനും അവള് വരില്ല. ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, there is blood on the moon. വലിയ കുട്ടിയാകുമ്പോ നിനക്കത് മനസ്സിലാവും. സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ലാത്തതിനാലാണ് ചന്ദ്രന് വൃത്തിക്ഷയങ്ങൾ സംഭവിക്കുന്നത്. ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമായ ഭാഗം മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ. ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ ഒരു ഋജുരേഖയിൽ വരുമ്പോൾ ഭൂമിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഭാഗം മുഴുവൻ സൂര്യനിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നതിനാൽ അവിടെ പ്രകാശം വീഴുന്നില്ല. തന്മൂലം ചന്ദ്രൻ അദൃശ്യനായി തീരുന്നു. ഇങ്ങനെയാണ് കറുത്ത വാവ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? അല്ലാതെ നീ പറഞ്ഞവരൊന്നും അല്ല. അയ്യോ, എനിക്ക് വയ്യേ. ഞാനിനി എന്തോ ചെയ്യും എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ചേട്ടച്ചോ, എന്താ? എന്റെ ചേട്ടച്ചോ, ഈ പഠിപ്പേരൊന്ന് നിർത്ത്. അത്യാഹിതം പറ്റിയത് അറിഞ്ഞോ? അയ്യോ, എന്റെ മനസ്സിൽ ചൂട്ട് പോലെ കത്തുവാ. എന്താ പറ്റിയമ്മേ? നിന്റെ തന്ത എന്ന് പറയുന്ന യന്ത്രനുണ്ടല്ലോ, അയാള് നമ്മളെ ഇട്ടേച്ചു പോയി. മിലിറ്ററി. അച്ഛൻ ചത്തോമ്മേ? ഓ, ചത്തങ്കി ഭേദം ഉണ്ടായിരുന്നല്ലോ. പിന്നെ എങ്ങോട്ടാ പോയത്? അയാള് നാഗാലാൻഡുകാരി ഒരു പെണ്ണിന്റെ കൂടെ പൊറുക്കുക പോലും. മാങ്കൂട്ടത്തില് ചെറിയച്ഛൻ ലീവില് വന്നിട്ടുണ്ട്. അയാൾ വന്ന് പറഞ്ഞതാ ഇനി നോക്കണ്ടെന്ന്. അമ്മ വീട്ടിലേക്ക് പോ, ഞാൻ പഠിക്കട്ടെ. പരീക്ഷയ്ക്ക് ജയിച്ചാ എനിക്ക് മിലിറ്ററി ചേരണം. ചേരണം കെട്ടവനെ, നിന്റെ ഒരു മിലിറ്ററി. തന്തയുടെ കൂടെ നീയും പോടാ. എന്നിട്ട് നാഗാലാൻഡ് ഒരു ചക്രക്കണ്ണി നോക്കിയിരിക്കുന്ന ചെല്ലടാ അങ്ങോട്ട്. നീ ഗുണം പിടിക്കത്തില്ലടാ. എന്റെ ദൈവമേ, എനിക്ക് ആരുമില്ല. ചേട്ടച്ചാ, ഈ നാഗാലാൻഡ് എവിടെയാ? എവിടെ ആയാലും ഒരു ദിവസം ഞാൻ അവിടെ പോവും. കരയണ്ട. ഓ, ഞാൻ ആവുന്ന പണി 18 നോക്കി, രക്ഷയില്ല. ഇവളൊരു പിടിവാശിക്കാരിയാ. എപ്പൊ തുടങ്ങിയ കരച്ചില്ലാന്നറിയാം. എന്റെ ഉണ്ണിക്കുട്ട, അതിനിങ്ങോട്ട് താ. ഞാൻ അതിന്റെ കരച്ചിൽ നിർത്തി തരാം. ഇയാളെന്താ എരിശ്ശേരി കൊടുക്കും? എലിശ്ശേരി അല്ല, പാല് കൊടുക്കും. പാല്? ആ, തേങ്ങ പാല് എനിക്ക് വേണം. ചേച്ചി, ഈ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ. ഞാൻ ഈ എരിശ്ശേരി കിട്ടുന്ന കടുവറക്കട്ടെ. എടോ, ഇച്ചിരി ഇല്ലാത്ത ഈ കുഞ്ഞിന് ആരെങ്കിലും തേങ്ങാപ്പാല് കൊടുക്കണോ? എന്റെ ഉണ്ണി പാലിന്റെ നിറമൊക്കെ ഒന്നല്ലേ? കുഞ്ഞത് മുലപ്പാലെന്ന് തേങ്ങാപ്പാല് കൊടുക്കും. എന്താ ഇയാൾ കാണിക്കണേ? കാഞ്ഞ ബുദ്ധി. ഇങ്ങോട്ട് മാറി നിക്കടി, എങ്ങനെയുണ്ട് നോക്കട്ടെ. അല്ലേ, വാങ്ങിച്ചോണ്ട് വന്ന ആളിനെ അതൊന്ന് കാണണ്ടായോ? ഇങ്ങോട്ട് നീങ്ങിക്കും മോളെ. വലിയ ഗമയെടുത്താ ഞാൻ എന്റെ പാട്ടിന് പോകും പറഞ്ഞേക്കാം. എന്തുവാ കുഞ്ഞെ ഇത്? ഓ, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. എന്തു ഇത്ര നാണം? വലിയേട്ട കാണണ്ടായോ ഇതൊക്കെ? ഇങ്ങോട്ട് നീങ്ങി വന്നേ. അയ്യേ, ഇത് ഉടുപ്പ് കുഴപ്പമില്ല. ആ, പാവാട എന്താ തുണി കഴിഞ്ഞില്ലേ കുഞ്ഞെ? റെഡിമെയ്ഡാ. ഇറക്കൻ ലേശം കുറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ. ഇതെങ്ങാനും ഇവിടുത്തെ ചേട്ടച്ചൻ കണ്ട അപ്പ മണ്ണെണ്ണ ഒഴിച്ച് തീ വെക്കും. നീ അതങ്ങ് ഊരി വെച്ചാൽ അവനെ അറിയിക്കണ്ട. ഹോസ്റ്റലിൽ ചെന്ന് പുറത്തെടുത്താൽ മതി. പിന്നെ അതുപോലെ നിന്റെ ഈ വഴുവഴുമ്പ നാണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വെച്ചേച്ച് വേണം പോവാൻ. ഇപ്പോഴത്തെ കുട്ടികളുടെ സൗന്ദര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അവരുടെ സ്മാർട്ട്നെസ്സാ. ചുറിയുറുക്ക് ഇവക്കില്ലാത്തതും അതാ. ആ ഉണ്ണികൃഷ്ണൻ ഇവളെ വളർത്തി വളർത്തി തനി കൺട്രിയാക്കി കളഞ്ഞു. എന്നാ പിന്നെ കേമമായിട്ട് അങ്ങോട്ട് വേണ്ടി വളർത്താൻ വയ്യായിരുന്നു. ചുമ്മാ ഇരുന്നോണ്ട് പുനിതം പറയാതെ രാമകൻ ചെന്നിട്ട് പോ. അയ്യേ, എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് നാണം വരുന്നു. മോൾ ഇതൊക്കെ ഒരു എവിടെങ്കിലും കൊണ്ട് പാത്ത് വെച്ചിട്ട് കുഞ്ഞിന് ഇതൊന്നും ചേരത്തില്ല. പോ, ഒരു സർക്കസുകാരുടെ ഉടുപ്പ്. എന്റെ മോളായതുകൊണ്ട് പറയല്ല, പഠിക്കാൻ ബഹുമിടിക്കുക. പുസ്തകം തുറക്കണ്ട. ടീച്ചർ, മീനാക്ഷി ആദ്യമായിട്ടാ വീട് വിട്ട് മാറി താമസിച്ചിട്ടില്ല. പ്രീ ഡിഗ്രിക്ക് വരുന്ന എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാ അല്ലേ? അല്ല, അത് ശരിയാ. ഹോസ്റ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ല, ഒരു മിനിറ്റ്. മീനാക്ഷിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല, എല്ലാം ഞാനാ. അതുകൊണ്ട് ഇവിടെ
വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നു. അതൊക്കെ അങ്ങ് ശീലമായിക്കോളും. പക്ഷെ എന്റെ മോളുടെ കാര്യം അങ്ങനെയല്ല. അല്ല, ഞാൻ ഇവിടെ പറഞ്ഞു താമസിച്ചാലേ വരുന്നത് ശീലിച്ചല്ലേ പറ്റൂ. ആ, അതൊക്കെ അത്രേ ഉള്ളൂ. എന്നാലും ഒരു കണ്ണ് വേണമെന്ന് ഞാൻ പറയായിരുന്നു. ആ, അത് ശരിയാ. അതെ. ഷുവർ, ആ. വരൂ. ആ, എല്ലാം ഉണ്ടോന്ന് ഒന്നുകൂടെ നോക്കട്ടെ. ദേ, ഈർക്കില്, എണ്ണ, ഈഞ്ച, രാസ്നാദിപ്പൊടി, മഞ്ഞപ്പൊടി. വെൽക്കം മീനാക്ഷി. ഐ എം ട്രീസ. ഐ എം സുധ. സുമ. മഞ്ജു. അതെ, പിക്കളുണ്ട്. ഹായ്. എല്ലാം ഉണ്ട് ചേട്ടച്ചാ. ചേട്ടച്ചൻ പോയിക്കോ. ബൈ ബൈ ബൈ. അയാളൊരു തനി കൺട്രിയാ. ഞാൻ പോയിട്ട് ശനിയാഴ്ച രാവിലെ ഇങ്ങനെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാം. എന്നാ വെള്ളിയാഴ്ച വൈകിട്ട് വന്നൂടെ? എന്നാ പിന്നെ വ്യാഴാഴ്ച ഇങ്ങ് വരാം. എന്നാ പിന്നെ ബുധനാഴ്ച ഇങ്ങ് പോരരുതോ? പറഞ്ഞ പോലെ ചൊവ്വാഴ്ച ഒരു ദിവസം കാര്യമല്ലേ ഉള്ളൂ. ഞാൻ പോയിട്ട് നാളെ രാവിലെ ഇങ്ങ് വരാം. മുടി ശരിക്കും തോർത്തടി, പനി പിടിക്കും. എന്നാ പിന്നെ വ്യാഴാഴ്ച ഇങ്ങ് പോരരുതോ? എക്സ്കർഷനും കുന്നതിനൊന്നും പോണ്ട. ആ, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. വര്യൻ സാറേ, വര്യൻ സാറേ, ഞാൻ താനായിരുന്നോ? എന്താ ഉണ്ണി? എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ആർക്കാ? ഡോക്ടർക്കാ? അല്ല, മീനാക്ഷിക്ക് എങ്ങോട്ട്? ഹോസ്റ്റലിലേക്ക്. താൻ അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് ഇന്നിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എന്താ എത്ര അത്യാവശ്യം? വീട്ടിൽ അവളില്ലാത്തതുകൊണ്ട് ഒരു ശ്വാസം മുട്ടൽ പോലെ ശബ്ദം കേൾക്കാൻ വേണ്ടിട്ടാ. ഇങ്ങനെ ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായാല് ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നമ്പർ അറിയാമെങ്കിൽ വിളിച്ചോ. പറഞ്ഞ പോലെ നമ്പറിന്റെ കാര്യം ഡയറക്ടറി നോക്കിയാ അതെങ്ങനെയാടോ അവിടുത്തെ നമ്പർ ഇവിടുത്തെ ഡയറക്ടറി കാണുന്നേ? എൻക്വയറി വിളിച്ചു. ഇടോ മണി 10 വരുന്നായി. ഇപ്പോഴാണ് ലേഡീസ് ഹോസ്റ്റലിലേക്ക് വിളിക്കുന്നേ. താൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഹലോ, രാമകൃഷ്ണ ഹിയർ. ഇങ്ങനെ പോത്തു പോലെ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഹലോ, ഹലോ, ഡോക്ടർ അനിയനാണോ? എന്താണോ ഈ നേരത്തെ ഉറങ്ങാതെ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. 10-15 വർഷമായിട്ട് എന്റെ കൂടെ മീനാക്ഷി ഉണ്ടായിരുന്നു. അവളില്ലാതെ തനിച്ച് ആദ്യമായിട്ടാ. അവളിപ്പോ ഹോസ്റ്റലിൽ വരണ്ടിരിക്കായിരിക്കും. പൊസസീവ്നെസ് എന്ന് പറയുന്നത് ഒരു രോഗമാണ്. കൺട്രോൾ ചെയ്തില്ലെങ്കിലേ യു വിൽ ഹാവ് ടു സഫർ. തൽക്കാലം ഡോക്ടർ അനിയൻ റൂമിൽ ചെന്ന് കിടക്ക്. ഗുഡ് നൈറ്റ്. ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല. മോർണിംഗ്. എക്സ്ക്യൂസ് മീ. നീ പോയി പെട്ടി മാണ്ടൊക്കെ എടുത്തോണ്ട് വന്ന് നമുക്ക് പോവാം. ഇന്ന് കോളേജ് ഉണ്ട്. ഉണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോളും. ആരും എടുത്തോണ്ട് പോകത്തില്ല. നിന്നെ വിളിച്ചോണ്ട് വന്നേ വന്ന്. സമയം കളയാതെ പോയി എടുത്തോണ്ട് വാ. അപ്പൊ നമ്മൾ തിരിച്ചു വരത്തില്ലേ? ചോദ്യം പ്രശ്നമൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞ വന്നോളാം. അപ്പോ അച്ഛൻ അച്ഛൻ ഈ ചേട്ടച്ചൻ രാത്രി മുഴുവൻ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടന്നു. വേണ്ട വേണ്ടാന്ന് വിചാരിച്ചെങ്കിലും ഒടുവിലെത്തിയത് ഹോസ്റ്റലില്. മോളെ, നീ കോളേജിലൊന്നും പോകണ്ട, എങ്ങും പോകണ്ട. നീ ഇല്ലെങ്കിൽ ഈ വീട് ഉറങ്ങിയതുപോലെ. ഓർമ്മിക്കാനൊന്നും വേറൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ നിന്ന് ഭ്രാന്ത് പിടിക്കും. ചേട്ടച്ചാ, എനിക്ക് കോളേജിൽ പോണം, പഠിക്കണം. എന്നെ വിടുവോ? വിടണം, വിടും. ചേട്ടച്ചനെ നിന്നെ മനസ്സിലാവുന്നുണ്ട്, നിന്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്. നീ ഇന്ന് എന്നെ തിരിച്ചു വയ്ക്കാം. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മോളെ വിളിക്കാം. ഇവിടെ ഇരിക്കുകയായിരുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട, പുറപ്പെടാം. എഴുന്നേറ്റോ. ഞാൻ വന്ന എനിക്ക് തിരിച്ചു വരാൻ തോന്നത്തില്ല. നിന്നെ വലിയ സാറെ കൊണ്ടാക്കും. മോള് വയ്ക്കാം. ഇന്ന് ഞാൻ പോണില്ല. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ മനുഷ്യനെ വെറുതെ മെനക്കെടുത്താൻ? ഞാൻ എന്റെ പാട്ടിന് പോവുക. ഒരു മോളും ചാട്ടച്ഛനും.
ലോകത്തിനില്ലാത്ത പോലെ. I can't be a model all the time. It's very unnatural. It's not really me. And it's not. Most of the girls are very, when they're not working, they're very more relaxed, much more relaxed. And Stephanie makes the job look oh so easy. മീനാക്ഷി, ഫൈൻ ആർട്സുകളിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. ആ മിസ്സസ് രാമകൃഷ്ണൻ ഒന്ന് പിക്ക് ചെയ്തത്. ഫൈൻ ആർട്സ് ഹാളിലല്ലേ? അതെ. അവനോട് ചോദിച്ചോ? അവൻ സമ്മതിച്ചോ? എനിക്കത് അറിയണം. ചേട്ടച്ചനോട് ചോദിച്ചാൽ സമ്മതിക്കില്ല, അതുകൊണ്ട് ചോദിച്ചില്ല. സൗന്ദര്യത്തിന്റെ മായികഭാവം കൊണ്ട് കണ്ണം തെറ്റിക്കുന്ന ഒരു സായാഹ്നം. മിസ് കൊച്ചിൻ കോമ്പറ്റീഷൻ. എത്ര? ഈ സൗന്ദര്യ മത്സരം നിങ്ങൾക്കായി കാഴ്ചവെക്കുന്ന പ്രായോജകർ 100. എക്സ്പോർട്സും ജെലിറ്റ പബ്ലിസിറ്റി. നിമ്മി, നീ ഈ നേരത്തെ എൻകറേജ് ചെയ്യുന്നതിന് പകരം പ്ലീസ്. പബ്ലിക്കിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നൊന്നും അവൻ സഹിക്കത്തില്ല. കം വിത്ത് മീ, നമുക്ക് പോവാം. ഡോക്ടർ അങ്കിൾ, ഈ 11th അവറിൽ ഇങ്ങനെ വന്ന് ഇന്റർഫിയർ ചെയ്യുന്നത് ശരിയല്ല. മീനാക്ഷി ഞങ്ങളുടെ ക്ലബിന്റെ അഭിമാനമാണ്. Miss Kochi Contest 19